നിളയിൽ പൊന്നലകൾ പോൽ സ്മൃതിലഹരികൾ പാട്, സ്മൃതിലഹരികൾ പാട്. ഒരു പുസ്തകം എഴുതിയ ആൾക്ക് ആ നിരൂപണം ആവശ്യമില്ല. അയാൾക്ക് സ്തുതി മാത്രമേ വേണ്ടൂ. അയാളുടെ പുസ്തകം അടിച്ച ആൾക്ക് സ്തുതി മാത്രമേ വേണ്ടൂ. അത് പ്രസിദ്ധീകരിച്ച പത്രാധിപർക്കും സ്തുതി മാത്രമേ വേണ്ടൂ. കാരണം ആ പ്രസാധകൻ്റെ അടുത്ത ബുക്കിൻ്റെ പരസ്യം കിട്ടാതെയാവും. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇങ്ങനെ വന്നു. സാഹിത്യത്തിന് നമ്മുടെ സമൂഹത്തിലുള്ള സ്ഥാനം വളരെ കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ പുസ്തകം വാങ്ങുന്നുണ്ട്, വായിക്കുന്നുണ്ടോ എനിക്ക് കൃത്യമായിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ പുസ്തകം എഴുതാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 50 കൊല്ലമാണ്. 79 എൻ്റെ ആദ്യത്തെ പുസ്തകം വന്നത്. അപ്പോൾ അന്നൊക്കെ പുസ്തകം വന്നാൽ ആൾ വാങ്ങും, ചിലർ കണ്ടു എന്ന് പറയും, ചിലർ വാങ്ങിയെന്ന് പറയും, ചിലർ വായിച്ചു എന്ന് പറയും, ചിലർ നന്നായില്ല എന്ന് പറയും, ഇന്ന ഭാവം എന്നെ ആയതിനെ കൊണ്ട് മോശം എന്ന് പറയും, ഇന്നത് നന്നായി എന്ന് പറയും. പല പ്രതികരണം, ഒരു പ്രതികരണമില്ല. അപ്പോൾ കൃത്യമായി സാഹിത്യത്തിൻ്റെ പ്രാധാന്യം. ഇപ്പം ഞാൻ കാര്യം പറയാം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 3 ആളുടെ പേര് ഞാൻ പറയാം. കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ. കുമാരനാശാൻ SNDPയുടെ സെക്രട്ടറി ആയിരുന്നു 16 കൊല്ലം. ശ്രീമൂല സഭയിൽ അംഗമായിരുന്നു. സ്വന്തമായിട്ട് ഓട്ട് കമ്പനി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നളിനി, ലീല, ദുരവസ്ഥ, കരുണ, ചെണ്ടാരഭിഷേകി തുടങ്ങിയുള്ള കൃതികൾ അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം വലിയ കവിയാണ്. അതൊക്കെ അന്നേ പാഠപുസ്തകത്തിൽ വരും. വേറെ ഒരാളാണ് വള്ളത്തോൾ. അദ്ദേഹം ഗാന്ധിക്കും നെഹ്റുവിനും പരിചയമുള്ള ആളാണ്. കോൺഗ്രസ് ആണ്, ദേശീയ പ്രസ്ഥാനത്തിലുണ്ട്, അതിനുവേണ്ടി എഴുതുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, മീറ്റിങ്ങിന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ അച്ചടിക്കുക എന്നുള്ള അദ്ദേഹം തന്നെ ചെറുതുരുത്തി വള്ളത്തോൾ ഗ്രന്ഥാലയമുണ്ട്, അവിടെയാണ് അടിക്കുന്നത്. ഭയങ്കരമായിട്ട് വിറ്റുപോകും. പാഠപുസ്തകങ്ങളൊക്കെ വരും. ഉള്ളൂർ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. തിരുവിതാംകൂർ ഗവൺമെൻറ് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഉള്ളൂർ പരമേശ്വരയ്യർ. മഹാപണ്ഡിതനാണ്, ധാരാളം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞങ്ങൾക്ക്, കവിതകളൊക്കെ ഞങ്ങൾക്കൊക്കെ പഠിക്കാണ്ടായി. അവരൊക്കെ എന്ത് പറയുന്നു എന്നൊരു ചോദ്യം ഉണ്ടായി, എന്ത് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം, വള്ളത്തോളിൻ്റെ ചിത്രോദയം എന്നുള്ള കാവ്യം വരുന്നു. ആശാൻ എന്തു പറയുന്നു? ആശാൻ പറയുന്നു അത് കെട്ടുകുതിരയാണ്, അത് കവിതയല്ല എന്ന്. അത് ചിത്രയോഗത്തെ ബാധിക്കും. ആശാൻ മഹാകാവ്യമേ എഴുതിയിട്ടില്ല, മനസ്സിലാവുണ്ടോ? അപ്പോൾ മഹാകാവ്യം എഴുതുന്നൊക്കെ വളരെ കൃത്രിമമായ കാര്യങ്ങൾ ഉണ്ടാക്കാനാണ്. അതിനൊന്നും നേരം കളയണ്ടെന്ന് ആശാൻ അറിയാം. കാരണം ആശാൻ ഇവിടെ മാത്രമല്ല, ആശാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, അനവധി കാലം കൽക്കട്ടയിലുണ്ടായിരുന്നു. അവിടുത്തെ പുതിയ കാര്യങ്ങൾ, പുതിയ ആശയങ്ങൾ, പുതിയ സാഹിത്യം ഒക്കെ പഠിച്ച് അതിനനുസരിച്ചൊക്കെ മനസ്സ് മാറി ഇവിടെ വന്ന് വലിയ പരിഷ്കർത്താവ് ജീവിച്ച ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, വിവേകോദയത്തിൻ്റെ പത്രാധിപ 16 കൊല്ലം. നാരായണപിള്ള ഏറ്റവും അടുത്ത ശിഷ്യനാണ്. ചിന്നസ്വാമി എന്ന് കല്യാണം കഴിക്കുന്നവരെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം കല്യാണം കഴിക്കില്ല എന്നാണ് ആൾക്കാർ വിചാരിച്ചത്. അത് കഴിഞ്ഞ് അടുത്ത തലമുറ വരുന്നു. ഇപ്പോൾ ഗദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ തകഴി, ദേവ്, ബഷീർ, ഒറ്റക്കാട്, അവർ വരുമ്പോഴും അവരാരാണ്, എന്താണ്, എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, അവരുടെ നിലപാടുകൾ എന്താണ് എന്നൊരു കൺസേൺ, എന്നൊരു ആലോചന ജനങ്ങൾക്കുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒറ്റക്കാട് തലശ്ശേരി ലോക്സഭാ മണ്ഡലമുണ്ട്. ഒരിക്കൽ തോറ്റു, 1000 വോട്ടിന് തോറ്റു. അടുത്ത തവണ ജയിച്ചു, സുകുമാർ അഴീക്കോടിനെ തോൽപ്പിച്ചിട്ട്. ഉദാഹരണം. അപ്പം ഞാൻ വേറെ ഒരു, നിങ്ങൾ കേട്ടാൽ അമ്പരക്കുന്നൊരു കാര്യം പറയാം. കോട്ടയത്ത് NBSൻ്റെ തൊട്ടടുത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. ആ ബിൽഡിങ്ങിനെ പൊന്തി അതിന് മുകളിൽ നിന്നൊരു തൊഴിലാളി എന്തോ തലമിന്നിയിട്ടോ വെയിൽ സഹിക്കാതെ താഴോട്ട് വീണു. അയാൾ ബോധം കിട്ടും. ആൾക്കാരൊക്കെ ഓടിക്കൂടി. അപ്പോൾ അയാളെ ഒരു കാറ് വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകണം, വേണ്ടേ? അതിന് ചെലവുണ്ട്. മുതലാളി അനങ്ങുന്നില്ല. അപ്പോൾ ആൾക്കാർ ബഹളമൊക്കെ കേട്ട് NBSന് ഡയറക്ടറോട് മീറ്റിംഗ് നടക്കാൻ ഇവിടെ തൊട്ടടുത്ത് കളറിക്കൽ ബസാറിൽ KK റോഡിൽ. അവിടുന്ന് ഇങ്ങോട്ട് ഓടി വരുന്നതിൽ ഒരാൾ കേശവദേവ. കേശു, എന്താ പ്രശ്നം? ഇതെങ്ങനെയാ, എന്താ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടാത്ത്? അല്ല, ഞങ്ങളതിൽ പൈസ ഇല്ല, അന്ന് പൈസ അപൂർവമാണ്. ഉടനെ മുതലാളി അവിടെ നിൽക്കുന്നുണ്ട്. ദേവ് അയാളുടെ മാറിൽ ഒരു സ്വർണ്ണ ചെയിൻ ഉണ്ട്, അതിങ്ങോട്ട് പിടിച്ചു വലിച്ച് അറുത്തിട്ട് തൊട്ടടുത്തുള്ള ആളെ കൊടുത്ത്, ഇത് വിറ്റിട്ട് ഇവനെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന്. ദേവ് നേരെ ഡയറക്ടറോട് മീറ്റിംഗിൽ ഉണ്ടോ? എഴുത്തുകാരനും ആക്ടിവിസ്റ്റ് ഒരാളാകുന്നതിൻ്റെ കാര്യം അത് ഇന്ന് ആലോചിക്കാൻ ധൈര്യം ഉണ്ടാവില്ല അവിടുത്തെ ഒരു എഴുത്തുകാരന്. അത് ആലോചിക്കണ്ടേ? ഒരു തൊഴിലാളി ഇങ്ങനെ വീണ് ബോധം കെട്ട് കിടക്കുകയാണ്. ആ മുതലാളി അനങ്ങാതിരിക്കുന്നു. അവൻ്റെ കഴുത്തിൽ സ്വർണ്ണ ചെയിൻ ഉണ്ട്. ആ സ്വർണ്ണ ചെയിനിട്ട് അവൻ വീട്ടിൽ പോകണ്ട. അയാൾക്ക് പേടിച്ചിട്ട് അയാൾ അനങ്ങിയില്ല. ദൈവം ചോദിക്കും, ബഷീർ ചോദിക്കും,
ബഷീർ ചോദിക്കുന്നത് തമാശയായിട്ടാണ് ചോദിക്കാന്ന് മാത്രം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പി ഭാസ്കരൻ 18ാമത്തെ വയസ്സിൽ ഒളിവ് പോവും. ഇപ്പോൾ വയലാർ ഗർജിക്കുന്നു എന്നുള്ള കൃതി എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ മിക്ക ആൾക്കാരും പറയും എന്ത്, അത് വയലാർ എഴുതിയതാണ്, അത് എഴുതിയത് ഭാസ്കരനാണ്. അന്ന് പേര് കള്ളപ്പേര വെച്ചത്, രവി എന്നാ വെച്ചത്. ഒളിവിലാണ്. ഈ മാപ്പിളപ്പാട്ട് എഴുത്തുകാരനാവാൻ എന്താ കാരണം? ഭാസ്കരൻ ഒരുപാട് കായലരികത്ത് എഴുതിയ ഭാസ്കരനാണ്, അല്ലാതെ മോയിൻകുട്ടി വൈദ്യരല്ല. അതേ അനവധികാലം ഒളിവിൽ പാർത്തി ഇന്ന് മലപ്പുറം ജില്ല എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിലാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ സ്ഥലത്തിൻ്റെ പേരുകളൊക്കെ ഇംഗ്ലീഷുകാർ പറയും പോലെ നമ്മൾ പറയേണ്ട ആവശ്യം എന്താണ്? ഞാൻ ജോലി ചെയ്ത സ്ഥലത്തിൻ്റെ പേര് മൈസൂർ എന്നല്ല, മൈസൂരു എന്നാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ബാംഗ്ലൂർ എന്നല്ല, ബംഗളൂരു എന്നാണ്. അങ്ങനെ 10 സ്ഥലത്തിൻ്റെ പേര് കൊടുക്കും. ഈ കത്ത് മുഖ്യമന്ത്രി സഭയിൽ വായിച്ചിട്ട് ആ നിമിഷം തീരുമാനിക്കും എന്ത്? അനന്തമൂർത്തി പറഞ്ഞ മാതിരി സ്ഥലത്തിൻ്റെ പേര് മാറ്റാൻ. ഇനി റഫീഖ് ആലോചിക്കും, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് MT വാസുദേവൻ നായർ പിണറായി വിജയൻ ഒരു കത്തയച്ചു എന്ന് വിചാരിക്കുക. പിണറായി അത് വായിച്ചു നോക്കൂ, അത് സഭയിൽ വയ്ക്കൂ, അതിന് പ്രതികരണം ഉണ്ടാവും. ഞാൻ തെളിവ് തരാം. ഇവിടുത്തെ പാഠപുസ്തകങ്ങളുടെ അന്യായത്തെപ്പറ്റി സമരം തിരുവനന്തപുരത്ത് നടക്കുന്നു. ആ സമരത്തിൽ നമ്മുടെ വലിയ സിനിമാക്കാരൻ അടൂർ ഗോപാലകൃഷ്ണൻ പങ്കെടുക്കുന്നു. അന്ന് സുഗതകുമാരി ടീച്ചറുണ്ട്, ഭാഗ്യത്തിന് അവർ പങ്കെടുക്കുന്നു. അതിൻ്റെ ഒരു പരിപാടി കോഴിക്കോട് ഓണത്തിന് പട്ടിണി അടക്കുന്ന ഒരു പരിപാടി വെക്കുന്നു. ഞാനാണ് പോയിട്ട് MT വാസുദേവൻ നായരെ കൂട്ടിക്കൊണ്ടുപോയത്. ഒരു കാര്യം ഉണ്ടായില്ല. ഓണത്തിൻ്റെ അന്ന് MT ഊണ് കഴിച്ചില്ല എന്നുള്ളത് നിങ്ങൾക്കൊരു വിഷയമല്ല. തമിഴ്നാട്ടിലാണെങ്കിൽ ആ നാട് കത്തും. ആലോചിച്ചു, തമിഴ്നാട്ടിലാണെങ്കിൽ നിങ്ങൾക്കത് ആലോചിക്കാൻ കഴിയില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യം, എല്ലാ ബസ്സിലും തിരുവള്ളൂരുടെ ഫോട്ടോ ഉണ്ട്. നിങ്ങൾക്ക് എഴുത്തച്ഛൻ്റെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയോ നിങ്ങൾ? നമ്പൂരി വരച്ചിട്ടുണ്ട്, നമ്മുടെ നമ്പൂരി വരച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ്റെ ചിത്രം. നിങ്ങൾ തിരിച്ചറിയില്ല. അപ്പോൾ ഇതിനേക്കാളൊക്കെ എനിക്ക് നാണക്കേണ്ട കാര്യം പറയാം. എനിക്കത് പറയാൻ വളരെ സങ്കടം. വളരെ കൊല്ലം മുമ്പാണ് ബഷീർ ഇവിടുന്ന് ബേപ്പൂരേക്കുള്ള സിറ്റി ബസ് കയറി. അന്ന് 50 പൈസയാണ് RMP ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക്. അപ്പം ടിക്കറ്റ് വെച്ചോ, ബഷീർ 10 റുപ്യ കൊടുത്തു, ബേപ്പൂരേക്കാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടക്ടർ ചോദിച്ചു പൈസ ഇല്ലെന്ന് വെച്ചു, ചില്ലറയില്ലെന്ന് വെച്ചില്ല, എന്നാൽ ഇറങ്ങിക്കാളിന്ന് പറഞ്ഞു. ബഷീർ ഇറങ്ങി. അന്ന് ആ മനുഷ്യന് 80 വയസ്സെങ്കിലും ഉണ്ടാവും. ഈ ഇറങ്ങിപ്പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാന്ന് ആ കണ്ടക്ടർക്ക് അറിയില്ലായിരിക്കാം. ഒരു വൃദ്ധനാണെന്ന കണ്ടക്ടർക്ക് അറിയണ്ടേ? ആ ഇരിക്കുന്ന ഒരു 50 ആളെങ്കിലും ആ ബസ്സിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ആ പൈസ ഇതാ എന്ന് പറഞ്ഞില്ല. ബഷീർ അവിടെ നിന്നാണെങ്കിൽ സാധാരണഗതിയിൽ എന്നോട് ബഷീർ പറഞ്ഞല്ല, വേറൊരാൾ പറഞ്ഞാണ്. ബഷീർ പറയില്ല അത്. അദ്ദേഹം അവിടുന്ന് നേരെ നടന്ന് പന്നിയങ്കരി, പന്നിയങ്കരിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവും. താരാശങ്കർ ബാനർജിയോട് നിങ്ങളിത് ചെയ്തു എന്ന് കൽക്കട്ട കേട്ടാൽ ആ ബസ് ബാക്കിയുണ്ടാവില്ല, ആ ബസ് കത്തും അല്ലേ? ഈ വ്യത്യാസമുണ്ട്. സാഹിത്യത്തിന് യാതൊരു വിലയില്ലാത്തൊരു സ്ഥലമാണ് കേരളം. ഉണ്ടായിരുന്നു, അത് കവിത്രയത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഈ ആദ്യകാലത്ത് ഏത് ബഷീറിനെ പറ്റി ഞാൻ പറഞ്ഞത്? കഥ എഴുതൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണ്ടി തല്ലുകൊണ്ടൊരു ബഷീറുണ്ട് അല്ലേ? പട്ടിണി കിടന്ന ബഷീറുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അടി കിട്ടിയപ്പോൾ ബഷീർ പറഞ്ഞു എന്നെ അടിക്കരുത്, അടിച്ചാൽ നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു. പറഞ്ഞു ഞാൻ കരയുന്നു. മൗലവി പഠിച്ചോളാം, മൊയ്ത് മൗലവി കരയില്ല. അപ്പോൾ പോലീസുകാരെ കൈത്തരിപ്പ് തീർക്കണ്ടേ? അപ്പോൾ എന്നെ അടിക്കരുത് എന്താണ്, ഞാൻ കരയും. ആ തരത്തിൽ ഇന്ന് ഇപ്പോൾ സിനിമാ രംഗത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഇവിടുത്തെ ഒരു എഴുത്തുകാരൻ സച്ചിദാനന്ദൻ എന്തു പറയുന്നു എന്നുള്ളൊരു ചോദ്യം കേരളീയർക്കില്ല. KGS എന്തു പറയുന്നു എന്നില്ല. ഉണ്ടോ? സാഹിത്യത്തിന് വിലയില്ല എന്ന് ഞാൻ പറഞ്ഞത്. അയാൾ മരിക്കുമ്പോൾ നിങ്ങൾ വാർത്ത, ഓ അത് ശരി,
ഇന്നൊരു വിദ്വാൻ ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ലേ, അല്ലെ ഒരു അവാർഡ് കിട്ടും, കഴിഞ്ഞു. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം, നമ്മുടെ റേഷൻ ഷോപ്പിൽ അരി ഇല്ലാത്തതിനെ പറ്റി, നമ്മുടെ റോഡ് മോശമായതിനെ പറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടിയുടെ മാനത്തിന് അപകടം പറ്റിയിട്ട് അവർക്ക് നീതി കിട്ടാത്തതിനെ പറ്റി ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്ന് പറയുന്നു. ഇപ്പോൾ എഴുത്തുകാരി സൗദകുമാരി ടീച്ചർക്ക് പ്രസിദ്ധി ഉണ്ടായിരുന്നു. എന്താ കാരണം? അവർ എഴുതുക മാത്രമല്ല, അവർ സ്ത്രീകൾക്ക് വേണ്ടിയും പ്രകൃതിക്ക് വേണ്ടിയും ജോലി ചെയ്തിരുന്നു. അല്ലാതെ ഇപ്പോൾ സൗദകുമാരി ടീച്ചറുടെ ഒരു കവിത ചോദിച്ചാൽ ആരെയും പറയൂ? ഒരു പാട്ട് പിന്നെയും എന്നുള്ള പാട്ട് എത്ര പേര് കേട്ടിട്ടുണ്ട്? അത് മനോഹരമായി യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ വി ടി മുരളി പാടിയതാണ്, ടീച്ചർ പാടിയുണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പോൾ സാഹിത്യകാരൻ വലിയൊരാളാണ് എന്നുള്ളൊരു തോന്നലില്ലെങ്കിൽ പിന്നെ സാഹിത്യ നിരൂപണം എന്താ സ്ഥാനം? അതായത് ഇപ്പോൾ നിങ്ങൾ മീൻകറിയിലൂടെയാണോ സാരി ധരിക്കുന്നതിലൂടെയാണോ വായനയിലേക്ക് വരുന്നത് അപ്രസക്തമാണ്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എന്നെ വായനക്കാരനാക്കിയത് ടോംസാണ്. കാരണം എനിക്ക് മലയാള മനോരമ വീക്കിലി കാണണം. അപ്പോൾ അതുകൊണ്ട് അതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാൻ ആദ്യം പിൻഭാഗത്തും തുടങ്ങുക. എല്ലാവരും അങ്ങനെ തുടങ്ങുക. പിന്നെ പരിധബിന്ദുക്കൾ, അതെ, മാതയിൽ അരവിന്ദ്, മുട്ടത്ത് വർക്കി, കാനമീജെ, EM കോവൂര്, അതിലൊന്നുമില്ല, ഒന്നുമില്ല തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആകർഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മണർകാട് മാത്യുവിൻ്റെ വനിതാ മാസികയ്ക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് 5 ലക്ഷം കോപ്പി ഉണ്ടായിരുന്നു, അല്ലേ? 5 ലക്ഷം അല്ലേ? അങ്ങനെ ഞാൻ ധരിച്ചു. വളരെ 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 റിലവൻ്റാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണ ഈ സഭയുടെ ആദരം അർഹിക്കുന്നതാണ് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് എന്തും സാധിക്കാമെന്നൊക്കെ കുറച്ച് കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട സംഗതികൾ അപ്പോൾ തന്നെ അതിൽ കിട്ടുന്നുണ്ട് നമുക്ക്. കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയനിൽ ഒരു സമയത്ത് ചർച്ച വന്നു. ഞാൻ ഇതിനിടയ്ക്ക് ഒരു അമേരിക്കൻ യാത്ര നടത്തിയ സമയത്ത് ഞാൻ ഈ സ്റ്റുഡിയോകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോയി. അപ്പോൾ എന്നോട് ഇവിടുന്ന് പലരും പറഞ്ഞു അവിടെ പോയി സ്റ്റുഡിയോയുടെ മുമ്പിൽ ഒന്ന് ചാൻസ് കിട്ടും, ഹോളിവുഡിൽ ചാൻസ് കിട്ടിയാൽ അതായില്ലേ. അങ്ങനെ ഞാൻ എൻ്റെ അളിയൻ്റെ കൂടെ അവിടെ പോയി. പാരമൗണ്ട് സ്റ്റുഡിയോയിലാണ് പോയത്, US കാലിഫോർണിയ. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്ന സമയത്ത് അവിടെ സമരം നടക്കുക, നേരെ മുമ്പിൽ. സമരം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മുദ്രാവാക്യം വിളിയൊന്നുമില്ല, അവിടെ ബാൻഡൊക്കെ അടിച്ച് ഭയങ്കര രസമായിട്ട് പ്രക്കാടും പിടിച്ച് കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ഇറങ്ങി, സമരമാണല്ലോ, ഇറങ്ങി എന്താ സംഭവം നോക്കാൻ വേണ്ടി. അപ്പോൾ സമരത്തിനോട് അവിടുത്തെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാറിൽ ഹോൺ അടിക്കുക ചെയ്യുക. അത് ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു, വിൽ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകും. പോലീസില്ല, ആരുമില്ല, അവരവിടെ ടീഷർട്ട് വെക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഗതി എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ സിനിമകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ എഴുത്തുകാർക്ക് മറ്റവർക്കൊക്കെ ഇപ്പോൾ അവരുടെ സമരം കാരണം കൂട്ടിക്കൊടുത്തു, പണം കൂട്ടി, കോപ്പറേറ്റ് ആക്ടിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് കൂട്ടിക്കൊടുത്തു. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേതന വർധനമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഞാനുണ്ട് പറഞ്ഞു. അങ്ങനെ ഞാനതിൽ പങ്കെടുത്തു, ഫോട്ടോ ഒക്കെ എടുത്ത് പങ്കെടുത്തു. അപ്പോൾ അവർക്ക് ചോദിച്ചു വരാമെന്ന് വെച്ചപ്പോൾ എൻ്റെ മോള് പറഞ്ഞു ഇന്ന ആളാണ്. അപ്പോൾ അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം. അത് കഴിഞ്ഞ് അതൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തു. അപ്പോൾ തിരിച്ചു വന്നിട്ട് എനിക്ക് തോന്നി എങ്ങനെയാണെങ്കിൽ തിരക്കഥ എഴുതാൻ വളരെ എളുപ്പമായിരിക്കുമല്ലോ. വെറുതെ മെനക്കെട്ടിട്ട് നമ്മൾ സമയം മെനക്കെടുത്തി ആലോചിച്ച് തലകൊണ്ടാക്കേണ്ട കാര്യമില്ല. എല്ലാ കച്ചവട ചേരുവകളുമുള്ള തിരക്കഥ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നു. അങ്ങനെ ഞാനൊരു തിരക്കഥ രചിക്കാൻ നോക്കി. നമ്മളിങ്ങനെ അതിൽ ഇൻപുട്സ് കൊടുക്കുകയാണ്. ക്യാരക്ടർ എങ്ങനെയാണ്, ഇന്ന സിറ്റുവേഷൻ എന്താണ്, ഇന്ന സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ ഏകദേശം എനിക്കറിയുന്ന പോലെ തന്നെ അതും പറയുന്നുണ്ട്. ക്യാരക്ടർ ആൾക്കാരുടെ പേരൊക്കെ തരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രൊഫസർ, ഇംഗ്ലീഷ് പ്രൊഫസർ എന്ന് പറയുമ്പോൾ അവർ ഒരു ഫെർണാണ്ടസ് എന്ന് പേരിട്ടിട്ട് അതൊന്നും ആ റൂമിനെ പറ്റിയിട്ട്, റൂമിലുള്ള കേർട്ടൻസിനെ പറ്റിയിട്ട്, ടേബിളിനെ പറ്റിയിട്ട്, അവിടെയുള്ള എല്ലാ സ്ഥാപന ജംഗമ കാര്യങ്ങളും കൃത്യം, ഈവൻ ഡയലോഗ്, ആർട്ടിസ്റ്റിന് ക്യാരക്ടേഴ്സിനൊക്കെ അവരെ പേരിടുന്നത്. അപ്പോൾ എനിക്കിതിൽ കിട്ടേണ്ട ശരിക്കും ക്ലൈമാക്സാണ്. എല്ലാ സിനിമയ്ക്കും വേണ്ടത് ക്ലൈമാക്സ് ആണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു വാട്ട് ഷുഡ് ബി ദ ക്ലൈമാക്സ്. അപ്പം ഇങ്ങോട്ട് വാട്ട് ഷുഡ് ബി ദ ക്ലൈമാക്സ്, അതതിനറിയില്ല. അവിടെയാണ് എനിക്ക് മനസ്സിലായത് ഈ ആത്മാവില്ലാത്ത ഒരു സൃഷ്ടിയായിരിക്കും നമുക്ക് കിട്ടുക AI ഉപയോഗിച്ചാൽ. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഒരു കവിത എഴുതി നോക്കാൻ വെച്ചു. അങ്ങനെ ഞാൻ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഒരു കവിത എഴുതാൻ പറഞ്ഞു. ഉടൻ വന്നു, വിത്തിൻ സെക്കൻഡ്സ്. അപ്പം ഞാൻ വായിച്ചു നോക്കുമ്പോൾ എവിടേക്കോ കേട്ട വരികളുണ്ട്. 4 വരി സച്ചിദാനന്ദൻ്റെയാണ്, 2 വരി ബാലേന്ദ്രൻ്റെ, ഒരു കഷ്ണം കടമ്പനിട്ടയുടെ,
ഇതൊക്കെ കൂടെ കൂട്ടിക്കുഴച്ച് തന്നിരിക്കുകയാണ്. അവിടെയും ആത്മാവില്ല. അങ്ങനെ ആത്മാവില്ലാത്ത ഒരു സാഹിത്യം ഉണ്ടാക്കാൻ എഐക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ ജോയ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനവിടെ ലണ്ടനിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് മാഷ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മഹാത്മാഗാന്ധിയെ പറ്റി കാരശ്ശേരി എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിനൊരു ലേഖനം വന്നു, ഒറ്റ തെറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവൻ വീട്ടിൽ പോയിട്ട് എൻ കാരശ്ശേരി ഒരു ലേഖനം ചോദിച്ചു. അപ്പോൾ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെപ്പറ്റി ഒരു ലേഖനം ചോദിച്ചു, അതിലൊരു തെറ്റുണ്ടായിരുന്നു. എന്താ, നിങ്ങൾ പോയറ്റാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയട്രിയുടെ ഒരു കളക്ഷൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നവതാളം എന്ന് പറഞ്ഞു. അത് കണ്ടിട്ടായിരിക്കാം AI അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു അതല്ല, നിങ്ങൾ ബഷീറിനെ പറ്റി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ബഷീർമാല, അതാണ്. ഞാനൂടി മറന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വാക്യം ഞാൻ പറയാം ജോസഫിനോട്. അപ്പോൾ നമ്മുടെ നൂറ്റാണ്ടിൽ ജീവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രകാരനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തിൻ്റെ ഒരു വചനം ഞാൻ എൻ്റെ ഞെട്ടലിക്ക് ഇപ്പോഴും മാറിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മറികടക്കുന്ന കാലം വരും എന്നാണ്. കാലം വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൻ്റെ ആലോചിക്കാൻ വയ്യിരിക്കും. കാരണം പിന്നെ എന്താ സംഭവിക്കപ്പോൾ ആത്മാവിനെ പറ്റി ജോയി പറഞ്ഞു. ആത്മാവ് എന്നുള്ളത് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒരു കൺസെപ്റ്റാണത്. ഇതിന് ആത്മാവ് വേണം. എന്താ, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് വരാൻ പോണേന്ന് സത്യമായിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഈ എപ്പോഴും വായിൽ മുറുക്കാനുമായിട്ട് വരുന്നൊരു പയ്യൻ, കാശൊന്നുമില്ലാതെ പരിഷ്കാരമൊന്നുമില്ലാത്തൊരു പയ്യൻ, അവൻ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അവൻ ചില ബുദ്ധിപൂർവ്വം ചില ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴും ഞാൻ അങ്ങനെ കണക്കാക്കാൻ പോയില്ല. പിന്നെ ഒരു ദിവസം അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് ഞാൻ ചിലതൊക്കെ എഴുതേണ്ടത് സാറിനെ കാണിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്ന് നാളെ വേണം മറ്റന്നാൾ വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒക്കെ പല ഭാഷ തിരക്കൊക്കെ എനിക്കറിയാം, സൗകര്യം നോക്കിയാൽ മതി. അപ്പോൾ ഇവനൊരു നോട്ട് പുസ്തകം കൊണ്ടുവന്നു. അതിൽ പാട്ടുകളുണ്ട്, കവിതകളുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ മേലെയാണെന്ന് മനസ്സിലായി. അവന് ഭാവനയുണ്ടെന്നും അവന് ആശയങ്ങളുണ്ടെന്നും അവൻ എഴുത്തുകാരനാണെന്നൊക്കെ എനിക്ക് തോന്നി. ഞാൻ തിരുത്തുന്നതൊക്കെ ഇങ്ങനെ ഇന്ന വാക്ക് ഇന്ന മാതിരി തിരുത്തണം എന്ന് ഞാൻ ഒരിക്കലും എൻ്റെ ഓർമ്മയിൽ തിരുത്തിയിട്ടില്ല. എന്താ കാരണം, വരച്ചിട്ട് ഈ വാക്ക് മാറ്റാൻ നോക്കൂ. എങ്ങനെ സാർ മാറ്റും? അത് താൻ മാറ്റണം, അത് സാറ് അത് ഞാനല്ല മാറ്റേണ്ടത് എന്നാണ് ഞാൻ പറയുക. കാരണം മറ്റത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. അത് ശരി, ഇവിടെ ഇങ്ങനെ ഹിമാലയം എന്നുള്ളത് ഹിമവാൻ നാക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ രചനയാവും. അങ്ങനെയല്ല. പിന്നെ ഞാൻ പിന്നെ ചെയ്യാറുള്ളൊരു കാര്യം, അങ്ങനെ വളരെ നന്നാണെന്ന് തോന്നുന്ന ഒരു കുട്ടിയെപ്പറ്റി ഇപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ, ഉദാഹരണം KC നാരായണൻ, അദ്ദേഹം വീക്കിലിയോ വീക്കെൻഡോ ഭാഷാഭൂഷണം എഡിറ്റ് ചെയ്യുമ്പോൾ എടോ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, എനിക്ക് നന്നായി നല്ല ഒന്ന് സെലക്ട് ചെയ്ത് താൻ അയക്കും എന്ന് പറയും. അങ്ങനെ ഞാനത് നോക്കി സെലക്ട് ചെയ്ത് KCക്ക് അയച്ചു കൊടുക്കും. ഒരെണ്ണം KC പ്രസിദ്ധീകരിക്കും. ചിലപ്പോൾ അതുകൊണ്ട് കുട്ടികൾ എഴുതി നേരെയായിപ്പോവും. ചിലപ്പോൾ അവർ ആ ഒരു എണ്ണം കൊണ്ടുവരില്ല, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ ഗിരീഷിൻ്റെ കാര്യത്തിൽ എന്താ ഉണ്ടായെന്ന് വിചാരിച്ചാൽ, ഞാൻ ക്ലാസ് അവനെ വലിയ പരിഹാസമായിരുന്നു മറ്റു കുട്ടികൾക്ക്. കാരണം അവൻ്റെ ഈ കാര്യത്തിലൊരു രുദ്രാക്ഷം, പിന്നെ പഴയ ഒരു കുപ്പായം, പിന്നെ ഈ മുറുക്കുന്ന സ്വഭാവം, പിന്നെ ഈ കവിത കാണാപ്പാടം ചൊല്ലുന്ന ഏർപ്പാട്, അക്ഷരശ്ലോകം പറഞ്ഞ് വലിയ പരിഹാസമായി. അപ്പം ഞാൻ അവന് സീരിയസ് ആയിട്ട് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുമ്പോൾ, ഗിരീഷ് എന്താ വാട്ട്സ് യുവർ ആൻസർ എന്ന് അവനോട് ചോദിക്കും. അപ്പോൾ അവന് ഞാനൊരു പരിഗണന കൊടുത്തപ്പോൾ മറ്റ് ക്ലാസ്സിലെ പരിഹാസങ്ങളൊക്കെ താനെ കുറഞ്ഞു. പിന്നുണ്ടായ തമാശ എന്താ വെച്ചാൽ, ഒരു ദിവസം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ ഇവന് വരുന്നത്, അയ്യോ സാറിനെ കണ്ട് എനിക്ക് മഹാഭാഗ്യമായി എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ കാലത്ത് ഞാൻ എന്താ താൻ ചെയ്യാൻ പോണേ? സാറേ എനിക്ക് പാട്ട് എഴുതാനൊരു ചാൻസ് കിട്ടി, മദ്രാസ് പോവാണ്, ഞാൻ മുക്കത്ത് വന്ന് സാറിനോട് പറയണമെന്ന് വെച്ചാൽ എനിക്ക് നേരം കിട്ടിയില്ല, ഗുരുത്തം കൊണ്ട് സാറിനെ ഇപ്പോൾ കാണാൻ പറ്റി. ഞാൻ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് പതിവ് പോലെ പറഞ്ഞയച്ചു. പിന്നെ അതിനേക്കാൾ യാദൃശ്യം ഉണ്ടായത്, ഇവൻ ഈ പാട്ട് എഴുതി വരുമ്പോൾ ഞാനേതോ വണ്ടി ഇറങ്ങി വരുമ്പോൾ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. അവനോട് എൻ്റെ സാറേ പാട്ട് എഴുതി അവർക്ക് ഇഷ്ടമായി, അതിപ്പോൾ സാറിനോട് നേരിട്ട് പറയാൻ പറ്റിയ വലിയ ഭാഗ്യമായി എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറയാം. അങ്ങനെ ഇപ്പോൾ നേരെ ആവാതെ പോയൊരു 100 എണ്ണം ഉണ്ടാവും. അത് എൻ്റെ കുറ്റല്ല, അവൻ്റെ കുറ്റല്ല, നേരെ ആയ ഒരു 10 എണ്ണം ഉണ്ടാവും. പക്ഷേ ഞാനിതൊക്കെ ഈ കുട്ടികൾ തരുന്നതൊക്കെ ഞാൻ കൃത്യമായിട്ട് വായിച്ച് നോക്കാറുണ്ട്. എൻ്റെ അഭിപ്രായം
അതിലെന്തെങ്കിലും നല്ലതുണ്ട്, നല്ലതാണെന്ന് പറയാറുണ്ട്. ചീത്തയാണെങ്കിൽ ഇന്നതൊക്കെ നേരെ ആവില്ല, ആ വഴിക്ക് താൻ പോരുത് എന്ന് പറയാൻ യാതൊരു ദാക്ഷിണ്യവും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ഇവൻ്റെ നാടകം കാണാൻ പോയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവനെ കാത്തു നിന്ന് കണ്ട് പറഞ്ഞു, ആ കലികൾ അസലായി ജോയി. എനിക്കിപ്പോൾ അതിലെ പല വിഷ്വൽസും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇവനൊരു കത്തയച്ചു എനിക്ക്. ഞാൻ അങ്ങനെ നാടകം കാണാൻ മുതിർത്തനല്ല, മാനേജറിലായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി വന്നു. കാരണം ജോയ് ഒരു നാടകം നടത്തുന്നുണ്ട്, അതെന്താണെന്ന് കാണുന്നത് അസലായിരുന്നു. അതിപ്പോഴും ഒരു സിനിമയാക്കാവുന്നതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അസാധ്യമായ അതിൻ്റെ രചന ആരായിരുന്നു? അല്ല, മലയാളത്തിലാക്കിയാൽ മധുമാഷാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ഞാൻ ചെയ്യേണ്ട ഒരു നീതി, എഴുതാനോ പ്രസംഗിക്കാനോ പാട്ട് പാടാനോ അഭിനയിക്കാനോ ചിത്രം വരയ്ക്കാനോ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ തെരഞ്ഞു പിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ ജോലിയാണ്. കാരണം അങ്ങനെ എല്ലാ ഗുരുനാഥന്മാരിൽ നിന്നും സൗമനസ്യം, സൗജന്യം, പ്രോത്സാഹനം കിട്ടിയ ഒരാളാണ് ഞാൻ. അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു കടമ എനിക്കുണ്ട് എന്ന് വിചാരിച്ചാണ് ഞാൻ പെരുമാറുന്നത്. ഞാൻ പക്ഷെ അവരർഹിക്കാത്ത പ്രസിദ്ധി അവർക്ക് കൊടുത്തിട്ടില്ല. അവരർഹിക്കുന്ന ഒരു വിമർശനം അവരോട് പറയാതെ പോയിട്ടില്ല. അത് പറയുന്ന രീതിക്ക് സാധാരണ ഒരാളോട് ഇപ്പോൾ ഇന്നിപ്പോൾ ജോയിയോട് പറയുമ്പോൾ അന്ന് അവനോട് പറയാൻ പറ്റില്ലല്ലോ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ഉദാഹരണം, നമുക്ക് രുചിക്കില്ല. ഇപ്പോൾ സാഹിത്യത്തിൽ എപ്പോഴും പറയുന്നത് ലാവണ്യം എന്നാണ്, സൗന്ദര്യത്തിന് പറഞ്ഞത്. ലാവണ്യം എന്ന് പറഞ്ഞാൽ ഉപ്പാണ്, ലവണത്വം എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ. അതുപോലെ നമ്മളെ രസം, രുചി ഒക്കെ സാഹിത്യ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ചിലപ്പോൾ നിനക്കിപ്പോൾ ദോശയാണോ ഇഡ്ഡലിയാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ ഇത് തീർമാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ഹോട്ടലിൽ കയറി ഒരാൾ ഇഡ്ഡലി പറയും, ഒരാൾ ദോശ, ഒരാൾ പിന്നെ ഒനിയൻ ഊത്തപ്പായ്ക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ചിലതൊന്നും നമ്മുടെ രുചിക്ക് പിടിക്കില്ല, നമുക്ക് രസിക്കില്ല. ഓ, ഞങ്ങളെ നാട്ടിൽ പറയും നെയ്ച്ചോറ് ബെയ്ച്ചോനെ അത് ബെയ്ക്കാൻ പൂതി ഉണ്ടാവുള്ളൂ, നെയ്ച്ചോറ് കാണാത്തവനെ കഴിക്കാൻ പൂതി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാം നമുക്ക് രസിക്കില്ല. അത് പഠിച്ചതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും കുറ്റമല്ല, പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നസീറാണോ സത്യനാണോ വലിയ നടൻ, അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. അതിപ്പോൾ സാഹിത്യ വിമർശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് സബ്ജക്റ്റീവാണ്, ഒബ്ജക്റ്റീവ് അല്ല. അത് വിഷയനിഷ്ഠമാണ്, വിഷയനിഷ്ഠമല്ല. ഒരു വിഷയം എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം സന്തോഷത്തോടെ വായിച്ചു. അത് മഹത്തായ കൃതിയാണെന്ന് വിചാരിക്കുന്ന ആളുകളും അല്ലാന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് തീർപ്പാക്കാൻ പറ്റില്ല. ബഷീറൊക്കെ എന്താ എഴുതുന്നത്, വീട്ടുകാർ എഴുതല്ലേ എന്ന് പറയുന്ന ആളുണ്ട്. അതിലൊരു കുറ്റമില്ല, ആൾക്ക് പറ്റിയിട്ടില്ല. അല്ലെ MT വാസുദേവൻ നോവൽ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, കാളിദാസൻ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്ന, അങ്ങനെ എല്ലാവർക്കും പറ്റുന്നൊരു സാധനം ഇല്ല, കലയിലില്ല. കാര്യം മനസ്സിലായോ? കല എന്ന് പറയുന്നത് ആ സൃഷ്ടി മാത്രമല്ല, ആ ഒബ്ജക്റ്റ് മാത്രമല്ല, അത് അനുഭവിക്കുന്ന സബ്ജക്റ്റും കൂടിയാണ്. ഇപ്പോൾ ഒരാളുടെ സൗന്ദര്യം, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഐശ്വര്യ റോയ് സുന്ദരിയാണെന്ന് സാമാന്യമായ ഒരു ധാരണ ഉണ്ട്. അവർ സുന്ദരിയല്ല എന്ന് പറയുന്ന 10 ആളുണ്ടാവും. തീർക്കാൻ പറ്റില്ല, മനസ്സിലായോ? ആ തർക്കം തീർക്കാൻ പറ്റില്ല. അപ്പോൾ മറ്റാൾ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അതിപ്പോൾ തൻ്റെ ടേസ്റ്റിന് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു. എല്ലാവർക്കും എല്ലാ ടേസ്റ്റും പറ്റിക്കൊള്ളണമെന്നില്ല. ക്ലിയർ? ആദ്യമായി ഇത്ര അവസരം ഉണ്ടായി തന്നതിന് മലയാളപരന്മാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എൻ്റെ ലളിതമായ ചോദ്യം മാറുന്ന വായനയെക്കുറിച്ചാണ്. അത് ഇത്തരത്തിലെ സോഷ്യൽ മീഡിയയും അച്ചടി മാധ്യമത്തിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് മാറി. ഇനി ഇതിൻ്റെ ഒരു യാത്ര അല്ലെങ്കിൽ തമ്മിലുള്ളൊരു എന്താണ് ഇതിൻ്റെ ഒരു, ഈ രണ്ട് വായനയും തമ്മിൽ എന്താണ്, എങ്ങനെയാണ് എഴുത്തുകാരൻ എന്നുള്ള മാഷ് കാണുന്നത്? വായന മാറുന്നുണ്ട്. ഇപ്പോൾ വായനയുടെ ചരിത്രം എന്ന് പറയുന്നത് ഏതാണ്ട് ക്രിസ്തുവിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുത്ത് തുടങ്ങി, അന്ന് തന്നെ വായനയും തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വായന എന്ന് പറയുന്നത് പല രൂപത്തിൽ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയുന്ന ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ കൃതികളൊക്കെ നമുക്ക് കിട്ടുന്നത് താളിയോലയിലാണ്, അല്ലേ? താളിയോല വായിക്കുന്നു, പിന്നെ അത് പേപ്പറിൽ എഴുതുന്നു, പിന്നെ അത് പേപ്പറിൽ അച്ചടിക്കുന്നു. ഇപ്പം നമ്മളത് കിൻഡിലിൽ വായിക്കുന്നു. കിൻഡിൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രതലം മാറുന്നു. അതുകൊണ്ട് വായന മാറിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ കിൻഡിലിൽ വായിക്കില്ല, അല്ലെങ്കിൽ സ്ക്രീനിൽ വായിക്കില്ല, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വായിക്കില്ല എന്ന് നമ്മൾ പറയുന്നതിന് ഒരു കഥയില്ല. അതൊക്കെ നമ്മുടെ ചില ശീലത്തിൻ്റെ കാര്യം തന്നെ ഉള്ളൂ. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഈ സ്ക്രീൻ, എൻ്റെ കണ്ണിന് 2 ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട്, കാറ്ററാക്ട് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ഇത് ബുദ്ധിമുട്ടാണ്. അച്ചടിച്ചാണ് എനിക്ക് വായിക്കാൻ ഇഷ്ടം.
അപ്പോൾ വായന എന്ന് പറയുന്നത് അതിൻ്റെ മാധ്യമമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമേ അല്ല. അപ്പോൾ പണ്ട് ആളുകളൊക്കെ ഓർമ്മയിൽ നിന്നാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത് അല്ലേ, ഓർത്ത് ചൊല്ലുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്മൃതികൾ എന്ന് പറഞ്ഞാൽ എന്താ, ഓർമ്മിക്കുന്നതെന്നാ. സ്മൃതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാ, അതൊന്നും എഴുതിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, മാപ്പിളപ്പാട്ടിൽ ബദറുദ്ദീൻ മാല എന്നൊരു കൃതിയുണ്ട്, അതിൻ്റെ ഓദർ എഴുതിയിട്ടുണ്ട് ഇത് അച്ചടിക്കാൻ പാടില്ല, എല്ലാവരും കയ്യെഴുത്തെ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് കയ്യെഴുത്തായിട്ട്, അച്ചടിയായിട്ട്, താളിയോലയായിട്ട്, ഇപ്പോൾ കിൻഡിലായിട്ട്, ഇനി ഇത് പുതിയ പോലെ ഡിജിറ്റലിൻ്റെ വല്ല പുതിയ കാര്യം വരുന്നുണ്ട്, അതായിട്ട് ഒക്കെ അത് മാറുന്നുണ്ടാവും. അപ്പോഴൊക്കെ വായന എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, നമ്മുടെ ഭാവനയും ചിന്തയും വളർത്തുന്ന ഒന്നാണ്. ഭാവനയും ചിന്തയും നമ്മൾ അറിഞ്ഞിടത്തോളം മനുഷ്യർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ചിന്ത, ഭാവന, അത് രണ്ടും വളരാനും വളർത്താനുമാണ് വായന എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും രൂപത്തിൽ നിലനിൽക്കും, അതില്ലാതെ മനുഷ്യവംശത്തിന് നിലനിൽപ്പില്ല എന്നാണ് എൻ്റെ വിചാരം. ഒറ്റ മിനിറ്റ്. ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് വന്നതാണ്. എല്ലാവർക്കും വ്യത്യസ്തമായ ഒരാളാണ്. ഏത് ദ്വീപ? ലക്ഷദ്വീപ് അഗത്തിയിൽ നിന്ന് വന്നതാണ്. അഗത്തി ഞാൻ വന്നിട്ടുണ്ട്. അവിടെ ആ ഭാഗത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു ലൈബ്രറി ഉണ്ടല്ലോ. അതെ സാറേ, ഞാൻ വായിക്കുന്നത്. ഞാനൊരു എഴുത്തുകാരനാണ്, അധ്യാപകനാണ്. അംസുഷ എന്നാണ് നമ്മുടെ മലയാള ചെറുകഥ. കൂടുതലും ചെറുകഥയാണ്. ഒരു നോവലുണ്ട്, അങ്ങനെ കുറച്ച് എഴുതുന്ന ഒരു ചെറിയ എഴുത്തുകാരനാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചോദ്യമൊന്നുമില്ല. ഒരു റിക്വസ്റ്റാണ്, മലയാള മനോരമയുടെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ വളരെ അങ്ങേ ദൂരെ കിടക്കുന്ന, ഒന്നും അറിയാതെ നിൽക്കുന്ന ആളുകളാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നമ്മളിപ്പോൾ പരിപാടി നടത്തുന്നത്, ഇപ്പം എനിക്ക് പലതും പറയാനുണ്ട്, ചോദിക്കാനുണ്ടായിരുന്നു, സമയമില്ല, സാറിന് സമയമില്ല, എല്ലാവരും ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ലക്ഷദ്വീപിലേക്ക് എത്തുന്ന രീതിയിൽ പത്രം പോലും അവിടെ എത്താറില്ല, പലർക്കും വായിക്കാൻ കിട്ടാത്ത സാറിനറിയാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ സാറിനറിയാം, സാർ വന്നതുകൊണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് ദ്വീപുകളിലേക്ക് എത്തപ്പെട്ട രീതിയിൽ അവിടെ കുറച്ച് എഴുതപ്പെട്ട സാഹിത്യകാരന്മാരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന് ഞാൻ വിനീത ഭാഷയിൽ ലക്ഷദ്വീപിന് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് പങ്കെടുത്തതിൽ, വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. സന്തോഷം. നമസ്കാരം. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഹോർത്തൂസിൻ്റെ പരിപാടി ഇനിയും മുന്നോട്ട് ഉണ്ടാകും. ആ പരിപാടികൾക്കൊക്കെ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. മനോരമയുടെ ഈ സാംസ്കാരിക പരിപാടിയോടൊത്ത് നിങ്ങളുടെയും ഒരു യാത്ര ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഈ പരിപാടി വിജയമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ്ക്കും അതുപോലെ പ്രിയപ്പെട്ട ജോയിയേട്ടൻ, ഇവർ രണ്ടുപേരുമായിട്ടൊക്കെ ഈ ഫോണിൽ സംസാരിക്കുമ്പം 5 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത പോലെ തോന്നുന്ന അനുഭവമുള്ള ഒരാളാണ് ഞാൻ. അപ്പം എന്ന് പറഞ്ഞതുപോലെ അതുപോലെ പ്രിയപ്പെട്ട നിമ്ന, 3 പേർക്കും പ്രത്യേകമായി മലയാള മനോരമയുടെ പേരിലുള്ള നന്ദി പറയുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പത്രത്തിൽ വാർത്ത കണ്ട് ഇവിടെ വന്ന നല്ലവരായ, വായനയെ സ്നേഹിക്കുന്ന നല്ല മനസ്സുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മലയാള മനോരമയുടെ ഹോർത്തൂസിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് പരിപാടി നിർത്തുന്നു.